നമസ്കാരം. ഞാൻ നിങ്ങളുടെ ലിസിയമ്മ സിസ്റ്റർ. ലിസിയാസ് ജേർണലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ഒരു യാത്രാ വിവരണം നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഏഷ്യയും യൂറോപ്പുമായി വ്യാപിച്ചു കിടക്കുന്ന തുർക്കി എന്ന സ്ഥലത്തേക്ക് 39 പേരടങ്ങുന്ന ഒരു ടീം ഞങ്ങൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് 10ാമത്തെ ദിവസമാണ് തിരികെ അതേ സ്ഥലത്ത് വന്നെത്തുന്നത്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പ്രതിപാദിച്ചിരിക്കുന്ന 7 പള്ളികൾ അല്ലെങ്കിൽ 7 സ്ഥലങ്ങൾ അവിടമൊക്കെ സന്ദർശിക്കുവാനും തുർക്കിയുടെ മനോഹാരിത ഒപ്പിയെടുക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചു. ആ കാഴ്ചകളും അതേപ്പറ്റിയുള്ള വിവരണങ്ങളുമാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നത്. ഞങ്ങൾ കണ്ട കാഴ്ച നിങ്ങളും കാണുക. ആ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ തുർക്കിയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് പ്രാരംഭ എപ്പിസോഡ്. തിരുവനന്തപുരത്തു നിന്നും യാത്ര ചെയ്ത് തുർക്കിയിൽ എത്തുന്നത് വരെയുള്ളതാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രാവിലെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. കുറേ പേര് അവിടെ നേരത്തെ വന്നിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് അകത്ത് കയറി പിന്നെ ചെക്കിൻ ആരംഭിച്ചു. ചെക്കിൻ്റെ ഒരു നീണ്ട ക്യൂ തന്നെയാണത്. എയർ അറേബ്യ എന്ന വിമാനത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് ക്യൂ ഫോം ചെയ്ത് അവർ ഗ്രൂപ്പായതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു. ഞാൻ ആദ്യമേ പ്രതിപാദിച്ചതുപോലെ 39 പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. മിക്കവാറും എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആയിരുന്നു. 87 വയസ്സുള്ള ഒരങ്കിളാണ് അതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ ആൾ. അതുമുതൽ ഒരു 50-55 വയസ്സിന് ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു എല്ലാം തന്നെ. അപ്പോൾ സന്തോഷത്തോടുകൂടി എല്ലാവരും വളരെ ത്രില്ലടിച്ച് എൻജോയ് ചെയ്തിരിക്കുക. അങ്ങ് എയർപ്ലെയിനിൽ കയറി ഇപ്പം അങ്ങ് പറന്നെത്താമെന്നുള്ള വിചാരം. ടൂർ ഓപ്പറേറ്ററുടെ വകയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ക്യാപ്പും ബാക്ക് പാക്കും തന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിമാനം നീങ്ങി തുടങ്ങി. അറിയാലോ, റൺവേയിൽ കൂടെ കുറേ അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് നമ്മുടെ ശംഖുമുഖമൊക്കെ ഒന്നുകൂടെ കണ്ടു. പതുക്കെ വിമാനം ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ചെവിക്കല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികളൊക്കെ അതിനിടയ്ക്ക് കരയുന്നുമുണ്ടായിരുന്നു. വേദന കൊണ്ടായിരിക്കാം. കണ്ടോ, നമ്മുടെ കടലിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര, അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. ശംഖുമുഖം കടലിൻ്റെ ആ സൈഡിൽ കൂടെ. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരികെ കാണാൻ പറ്റുകയുള്ളല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. എയർ അറേബ്യ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്ന് വരികിലും അതിലെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. കാലൊക്കെ മുന്നിൽ ഇടിക്കുമായിരുന്നു. ശരിക്കുള്ള ഗ്യാപ്പൊന്നും ആ സീറ്റിനിടയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതൊരല്പം ബുദ്ധിമുട്ട് തോന്നിച്ചായിരുന്നു. എങ്കിലും നല്ല ഒരു നാളെ മുന്നേ കണ്ടുകൊണ്ട്, അതായത് നല്ലൊരു സ്ഥലം കാണാൻ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങനെ പോയി. ഇതാ നോക്കിയേ, ഞങ്ങൾ അബുദാബിയിൽ എയർപോർട്ടിലൂടെ അടുക്കുകയാണ്. അബുദാബിയിൽ ഞങ്ങൾക്കവിടെ ലാൻഡ് ചെയ്ത് അടുത്ത ഫ്ലൈറ്റിൽ കയറണമായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി. എല്ലാവരും കൂടെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അബുദാബി എയർപോർട്ടിനകവശം കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നി. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് എന്തുവാ, അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റിനകം തന്നെ ഇത്രയും ഭംഗിയാണ് അവിടെ. എയർപോർട്ടിൻ്റെ അകവശം ഞങ്ങൾ നടന്ന വഴിയിൽ കൂടിയൊക്കെ ചില ഫോട്ടോകളെടുത്ത്. കാരണം ആ സ്ഥലങ്ങൾ അവിടെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്കതൊക്കെ കാണുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിൽ പോകുന്നതൊക്കെ തന്നെ. ദുബായ് എയർപോർട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത്
എനിക്ക് ഭയങ്കര അതിൻ്റെ ആർച്ചും അതിൻ്റെ ആർട്ട് വർക്കുകളും എല്ലാം കൂടെ കണ്ട് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. ഞങ്ങൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അതിനകത്തൂടെ കുറേ ചുറ്റിക്കറങ്ങി. ഫോട്ടോ എടുക്കുന്നതിന് വല്ല റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും അതുവഴിയൊക്കെ ചുറ്റിക്കറങ്ങി ആ സ്ഥലങ്ങളൊക്കെ കാണുവാനിടയായി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എല്ലാവരും കുറേ ഫോട്ടോയും എടുത്തു. ഒരു ഷോപ്പിൻ്റെ മുമ്പിലുള്ള സ്റ്റാച്യു ഒട്ടകമാണത് കേട്ടോ. വീണ്ടും അബുദാബിയിൽ നിന്നും ഇസ്താംബുളിലേക്ക്. അതും മറ്റൊരു എയർ അറേബ്യ വിമാനമായിരുന്നു. ആകാശത്ത് നിന്ന് ഇസ്താംബുൾ കണ്ടപ്പോൾ അന്തിച്ചു പോയി. എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ. ഇപ്പോൾ എനിക്കത് ഓർത്തിട്ട് തന്നെ ഒരു സന്തോഷം ഉള്ളിൽ തിങ്ങി വരും. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. ദീപാലങ്കാരം ചെയ്തതുപോലെയാണ് ആകാശത്തു നിന്നുള്ള ആ കാഴ്ച. അങ്ങനെ ഞങ്ങൾ ഇസ്താംബുളിൽ ഇറങ്ങി. ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ബസ്സുമായിട്ട് അവിടുത്തെ ടൂർ ഓപ്പറേറ്റർ അഥവാ ഞങ്ങളുടെ ഗൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക്. ഇന്ത്യയിൽ നിന്നും 2.5 മണിക്കൂർ ബാക്ക്വേർഡാണ് ഇസ്താംബുളിലെ സമയം. അപ്പോൾ ഏകദേശം ഒരു മിഡ് നൈറ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് തന്നെ. ഞങ്ങൾ ഇന്ത്യയുമായിട്ട് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അന്ന് ഒരു 3:30 മണിയായിട്ടുണ്ട്. തുടർന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ. അതുവരെ ബായ്.